ടൈറ്റാനിക് എന്ന കപ്പലിന് എന്ത് സംഭവിച്ചു? ശരിക്കും എന്താണ് കപ്പലിന് സംഭവിച്ചത്? എന്താണ് കാരണം? നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റാനിക് എന്ന കപ്പലിന് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. RMS ടൈറ്റാനിക് എന്നായിരുന്നു കപ്പലിന്റെ പേര്. RMS ടൈറ്റാനിക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു കപ്പലായിരുന്നു. 1912 കപ്പലിന്റെ ആദ്യത്തെ യാത്ര പുറപ്പെട്ടത്. ആദ്യ യാത്രയിൽ തന്നെ RMS ടൈറ്റാനിക് എന്ന കപ്പൽ ദുരന്തത്തിൽപ്പെട്ടു. 1912 ഏപ്രിൽ 14 ഈ ഒരു ദുരന്തം സംഭവിക്കുന്നത്. 1912 ഏപ്രിൽ 14 കപ്പലിന് അപകടം സംഭവിച്ചെങ്കിലും ഏപ്രിൽ 15 ആയപ്പോഴാണ് കപ്പൽ പതിയെ മുങ്ങിത്തുടങ്ങിയത്. നോർത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലായിരുന്നു ഈ സംഭവം നടന്നത്. ശരിക്കും എന്താണ് കപ്പലിന് സംഭവിച്ചത്? എന്താണ് കാരണം? ശരിക്കും ഒരൊറ്റ കാരണം പറയാനാണെങ്കിൽ ഹ്യൂമൻ മിസ്റ്റേക്സ് തന്നെയായിരുന്നു, വേറെ മറ്റൊന്നുമല്ല. അതായത് ലൈഫ് ബോട്ട്സ് വളരെ കുറവായിരുന്നു. അപകടം, നമ്മളൊരു സ്ഥലത്തൊരു യാത്ര പോകുമ്പോൾ നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് ആയിട്ട്, അതായത് സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഒന്നാമത്തെ ഒരു മിസ്റ്റേക്കാണ്. പിന്നെ അതുപോലെ വാർണിംഗ് സിഗ്നൽ ഉണ്ടായിട്ടും, അതായത് ഐസ്ബർഗ് തൊട്ട് മുന്നിലുണ്ട്, വാർണിംഗ് സിഗ്നൽ ഉണ്ടായിട്ടും തൻ്റെ സ്പീഡ് ആ ഒരു കപ്പൽ കുറച്ചില്ല. സ്പീഡ് കുറവ് ഒരു വളരെ ഒരു കാരണമായിരുന്നു. അതായത് മുന്നിലൊരു വാർണിംഗ് ഉണ്ടായിട്ടും കപ്പൽ നിയന്ത്രണമില്ലാതെ അവിടെ പോയി ഇടിക്കുകയാണ് ചെയ്തത്. അതായത് വലിയൊരു മഞ്ഞുമലയിൽ. പിന്നീട് അങ്ങോട്ടേക്ക് ശരിക്കും നമുക്ക് ഈ ഒരു കാരണത്തിൽ നിന്ന്, അതായത് ഏകദേശം 1500 ആൾക്കാരാണ് ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കപ്പൽ ദുരന്തമായി മാറി ഈ ഒരു RMS ടൈറ്റാനിക് എന്ന കപ്പൽ ദുരന്തം. ശരിക്കും നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടെക്നോളജി എത്ര തന്നെ വലുതായാലും ശരിക്കും ചെറിയൊരു പിഴവ് മൂലം വലിയൊരു ദുരന്തത്തിന് കാരണമാകാം.